കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന അടുത്തുനിന്ന് തന്നെ ഞാൻ ആരംഭിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തരികയാണ്. അവകാശത്തെക്കുറിച്ച് ബൈബിൾ ഉൽപ്പത്തി മുതൽ പറയുന്നുണ്ട്. അവകാശി ആരാണ് എന്ന് ചോദിച്ചാൽ, അവകാശം ഉണ്ട് എന്ന് അറിയുന്നവനാണ് അവകാശി. നിയമപരമായി എനിക്കൊരു അവകാശമുണ്ട് എന്ന് അറിഞ്ഞ് അതിനു വേണ്ടി ക്ലെയിം ചെയ്യുകയും നിലനിൽക്കുകയും ചെയ്യുന്നവനാണ് അവകാശി. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവകാശത്തെക്കുറിച്ച് പറയുന്നു. എന്തവകാശം? പുത്രത്വത്തെക്കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. സൺഷിപ്പിനെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അതിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല. അവകാശമുള്ളവൻ അവകാശിയാണ് എങ്കിലും അവൻ്റെ അവകാശത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം അവനൊരു പ്രായപരിധി വേണം, ഒരു പക്വത വേണം, ഒരു നന്മ തിന്മയെ തിരിച്ചറിയാനും ശരി തെറ്റുകൾ മനസ്സിലാക്കാനും ശരിയായ ഒരു തീരുമാനമെടുക്കാനുമുള്ള ഒരു പ്രായപരിധി എത്തണം, ഒരു വളർച്ച എത്തണം എന്ന് ഇവിടെ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നു. യെസ്, അവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ പ്രായം എത്തുന്നതിന് മുൻപേ എനിക്ക് ചില കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ഞാൻ അവകാശിയാണ് എന്ന് പറഞ്ഞ് എനിക്കെൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് സമയത്തിനു മുൻപേ എനിക്കൊന്നും തട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഗലാത്യ സഭയോട് പൗലോസ് സംസാരിക്കുമ്പോൾ പുത്രത്വത്തെക്കുറിച്ചും അതിൻ്റെ അവകാശത്തെക്കുറിച്ചും പൗലോസ് ശ്ലീഹ പറയുമ്പോൾ പൗലോസ് ഒരു ആദിയും കൂടെ അവിടെ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ അധ്വാനിച്ചത് മുഴുവൻ വെറുതെ ആകുമോ എന്ന് ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അധ്വാനിച്ചത് മുഴുവൻ വെറുതെ ആകുമോ എന്ന് ഞാൻ ഇപ്പോൾ ഭയപ്പെടുന്നു. 4-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവം ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് എന്നെ ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരവകാശമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇല്ലയോ എന്ന് ദൈവം ഭയപ്പെടുന്നു. 2, നിങ്ങൾ പുത്രനും പുത്രിയുമാണ് എന്നറിയാമെങ്കിലും ആ അവകാശത്തെ ക്ലെയിം ചെയ്യുന്നതിന് മുൻപേ ദുഷ്ടൻ നിങ്ങളെ തെറ്റിച്ച് കളയുമോ എന്നും ദൈവം ഭയപ്പെടുന്നു. ഞാൻ നേരത്തെ ആടുകളെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ഇടയൻ ഒന്നിനെ നോക്കി ഇറങ്ങുന്നത് പല ആദികളോടെയും പ്രതീക്ഷകളോടുകൂടെയുമാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, കാണാതെ പോയ ആ ആടിനെ എനിക്ക് കണ്ടു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. 2, കണ്ടു കിട്ടുന്നതിനു മുൻപ് അത് അപായപ്പെടുത്തി കളയുമോ എന്നുള്ള ഒരു ഭയം. ഈ 2 കാര്യവും അന്വേഷിച്ചിറങ്ങുന്ന ഒരു വ്യക്തിക്കുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിന്, നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കരത്തെ തടുക്കാവുന്നവൻ ആരുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവൻ്റെ ചിന്തകളെ മറിച്ചു കളയാവുന്ന ആരുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ലോകത്തിൻ്റെ ഇടയന് അത്രയും ആശങ്കയുണ്ട്. ലോകത്തിലെ ഇടയന് ആ ആശങ്ക ഉണ്ടായേ പറ്റൂ. എന്നാൽ സർവശക്തനായ ദൈവത്തിന്, നമ്മെ നോക്കി ഇറങ്ങി വന്ന പുത്രനാകുന്ന കർത്താവിന്, ആ പുത്രൻ കർത്താവിന് നമ്മെക്കുറിച്ചൊരാശങ്കയില്ല. എന്നാൽ നിനക്ക് അവനെക്കുറിച്ചൊരാശങ്ക വേണം. ആ പുത്രൻ നിനക്ക് പകർന്നു തന്ന ആ പുത്രത്വത്തെ,
അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ കീഴ്പ്പെടുത്തി കളയുമോ എന്ന ഒരാശങ്ക ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർക്ക് വേണം. ഇന്ന് ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്നെ തേടി ഇറങ്ങി വന്നിട്ട് നിനക്കൊരു സ്ഥാനവും മാനവും തന്ന ഒരു ദൈവമുണ്ട്. സാത്താൻ ക്ലൈം ചെയ്യുന്നത് മുഴുവൻ ആ സൺഷിപ്പിനെയും ആ അതോറിറ്റിയെയും ആ അവകാശത്തെയും നിന്നിൽ നിന്ന് എടുത്തു കളയാനാണ്. ഇന്ന് സ്വർഗം ആരിലേക്കൊക്കെയോ നോക്കി പറയുന്നു, ഒരു പുത്രത്വത്തിൻ്റെ അവകാശം നിന്നിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. നിന്നിൽ നിന്ന് നീങ്ങി നിൽക്കുന്ന ചില അവകാശങ്ങൾ നിന്നിലേക്ക് ദൈവാത്മാവ് മടക്കി വരുത്താൻ പോവുകയാണ്. നിന്റെ അവകാശങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ അവകാശം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. നോക്കൂ, അധ്വാനിച്ചത് വെറുതെയാകുന്നത് എപ്പോഴാണ്? അവകാശത്തിൽ നിന്ന് അകലുമ്പോഴാണ്. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ശൈശവാവസ്ഥയിൽ നിന്ന് ഉയരുന്ന ഒരു സമയമാണ് വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു കുട്ടിയും ജനിച്ചതുപോലെ ഇരിക്കാറില്ല, അവൻ വളരും. എന്നാൽ അവൻ്റെ വളർച്ചയുടെ ഓരോ വർഷം കഴിയുന്തോറും അവൻ്റെ അവകാശത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തെ, നിങ്ങളെ ദൈവം വിളിച്ചു. നിങ്ങൾ ആരും വിളിച്ച വിളിയിൽ ഇപ്പൊ കുരുടടിച്ചിരിക്കുന്നില്ല. ഓരോ വർഷം കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മിനിറ്റ് കഴിയുന്തോറും, പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളെ ആ ദൈവിക അവകാശത്തിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തു. അടുത്ത ദിവസം ശുശ്രൂഷയും അപ്പോസ്തലത്വവും അവരെ ഏൽപ്പിച്ചില്ല. ഏൽപ്പിച്ചോ? ഇല്ലയോ? ഏൽപ്പിച്ചില്ല. കർത്താവിനോട് കൂടെ അവർ കൂടിയ അല്ല, കർത്താവ് അവരെ വിളിച്ച വിളിയുടെ ആ സെക്കൻഡ് മുതൽ അവരുടെ അവകാശത്തിലേക്ക് അവർ വളരുകയായിരുന്നു. അവരുടെ അവകാശത്തിലേക്ക്. കാരണം നാളെ അവരെ ഒരു ശിഷ്യത്വത്തിലേക്ക് കർത്താവ് തിരഞ്ഞെടുക്കുമെന്നും അവരെ ഒരു പ്രത്യേക അതോറിറ്റി അവരെ ഏൽപ്പിക്കുമെന്നും അവർക്കറിയാം. ആ ഒരു നിയോഗം ഏറ്റെടുക്കാൻ വേണ്ടി കർത്താവും അവരെ വളർത്തുകയായിരുന്നു. ഇനി നിങ്ങളൊന്ന് കണക്ക് കൂട്ട്. പത്രോസിനെ പടകിൽ നിന്ന് വിളിച്ച ആ സെക്കൻഡ് മുതൽ, ആ ദിവസം മുതലല്ല, ആ സെക്കൻഡ് മുതൽ അവന്റെ വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു. എന്താ? ഭാവിയിൽ ഒരപ്പോസ്തലനാകാനുള്ള ആ അവകാശത്തിലേക്ക്, ആ ശുശ്രൂഷയിലേക്ക് കർത്താവ് അവനെ വളർത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓരോ സെക്കൻഡും പത്രോസിനെ സംബന്ധിച്ച് പ്രതീക്ഷകളുള്ളതായിരുന്നു. ഓരോ ദിവസവും പ്രതീക്ഷകളുള്ളതായിരുന്നു. ഓരോ വർഷവും പ്രതീക്ഷകളുള്ളതായിരുന്നു. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുകയാണ്. നിന്റെ സെക്കൻഡുകൾ നഷ്ടമായി പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? നിന്റെ മിനിറ്റുകൾ നഷ്ടമായി പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? നിന്റെ മണിക്കൂറുകൾ നഷ്ടമായി പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? നിന്റെ ദിവസങ്ങൾ നഷ്ടമായി പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? വർഷങ്ങൾ നഷ്ടമായി പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? നിന്നിലൊരു വിളി ഇല്ല എന്ന് നിനക്ക് തോന്നുമ്പോഴാണ്. എന്നാൽ വിളിയുള്ളവന് സെക്കൻഡുകൾ പോലും ലാഭമായി മാറും. വിളിയുള്ളവന് മിനിറ്റുകൾ പോലും പ്രതീക്ഷയുള്ളതായി മാറും. വിളിയുള്ളവന് മണിക്കൂറുകൾ പോലും വളർച്ചയുടേതായി മാറും. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവശബ്ദം നീ സ്വീകരിക്കുക. ദൈവം പേർ പറഞ്ഞ് വിളിച്ച നീ ഈ ദൈവശബ്ദം സ്വീകരിക്കുക. നിന്റെ മിനിറ്റുകൾക്ക് വിലയുണ്ടാകാൻ പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടുപോയ സംവത്സരങ്ങൾ എൻ്റെ ദൈവം മടക്കി തന്നിരിക്കും. നഷ്ടപ്പെട്ടുപോയ ആണ്ടുകൾ മടക്കി തന്നിരിക്കും. നഷ്ടപ്പെട്ടുപോയ അവകാശങ്ങൾ മടക്കി തന്നിരിക്കും. നഷ്ടപ്പെട്ടുപോയ ആത്മീയ സന്തോഷം മടക്കി തന്നിരിക്കും. സെക്കൻഡുകൾ വില. ഓ, അതൊരു വലിയ ദൈവശബ്ദമാണ്. ഞാൻ സ്വീകരിക്കുന്നു യേശുവിന്റെ നാമം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവേ, നല്ല ഒരു ശതമാനം സമയം പാഴേ കളഞ്ഞവനാണ് ഞാൻ. നല്ലൊരു സമയം നഷ്ടപ്പെട്ടു പോയതാ. പക്ഷെ ഇനി ഞാൻ ആ വാക്ക് പറയുകയല്ല. ഇന്നത്തെ ദൂത് എനിക്കും കൂടെ ഉള്ളതാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ ദൂതിനെ സ്വീകരിക്കുകയാണ്. സെക്കൻഡുകൾ പോലും വിലയുള്ളതായി മാറാൻ പോകുന്നു. അവകാശമുള്ളവന് സകലത്തിന്മേലും ക്ലൈം ചെയ്യാം. മോനെ, ഇപ്പം എൻ്റെ ടേബിളിൽ ഇരിക്കുന്ന ഇത്രയും സാധനങ്ങൾ,
ഈ ടേബിളിൽ ഈ ബൈബിൾ മാത്രമാണ് എൻ്റെത് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഈ ബൈബിൾ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇതിനകത്തൊരു വാക്ക് നോട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ പെൻ ബോക്സിൽ നിന്ന് എനിക്കൊരു പെൻസിലോ പേനയോ എനിക്കൊരു ലൈനറോ എനിക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് എടുക്കാം, ഒരു മാർക്കറോ എന്ത് വേണമെങ്കിലും എനിക്ക് എടുക്കാം. പ്രൈസ് ടു ജീസസ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്, എനിക്ക് അതിനകത്ത് കോൾ വിളിക്കാൻ മാത്രമേ പാടുള്ളൂ. ഈ ഫോൺ എൻ്റെതാ, പക്ഷെ കോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നോ, എനിക്കതിന് ഏത് ആപ്സ് വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് ദിസ് ഫോൺ ഈസ് മൈൻ. എന്റേതാണ് എന്നൊരു ബോധം എനിക്കുണ്ടെങ്കിൽ, ഞാൻ കർത്താവിന്റെ പുത്രനാണെന്നൊരു ബോധം ഉണ്ടെങ്കിൽ, എനിക്ക് കർത്താവെ കരുണയുണ്ടാകണേ, കരുണയുണ്ടാകണേ, കരുണയുണ്ടാകണേ. ആ ഒരവസ്ഥയിൽ നിന്ന്, ശൈശവാവസ്ഥയിൽ നിന്ന് ഞാൻ മാറും. മോനെ മോളെ, കരുണയുള്ളത് കൊണ്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആന്റിമാരെ, എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം വിളിച്ചത് കരുണയുള്ളത് കൊണ്ടാണ്, കനിവുള്ളത് കൊണ്ടാണ്. ഇനി കരുണയുണ്ടാകണേ, ഇനി കരുണയുണ്ടാകണേ, കനിവുണ്ടാകണേ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളവരല്ല ഞാനും നിങ്ങളും. അത് ദാസ്യത്വത്തിന്റെ ഒരവസ്ഥയിലേക്ക് പോകുകയാണ്. വീണ്ടും പുത്രത്വത്തിൽ നിന്ന് താഴേക്ക് പോവുകയാണ്. എന്നാൽ താഴെന്ന് മുകളിലേക്ക് വരണമെന്നാണ് ദൈവം എന്നെ നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വൃക്ഷം എങ്ങോട്ടാ വളരുന്നേ? ഒരു വൃക്ഷം മുകളിലോട്ടാ വളരുന്നേ. ഒരു കെട്ടിടം എങ്ങോട്ടാ പണിയുന്നത്? ഒരു കെട്ടിടം മുകളിലോട്ടാ പണിയുന്നേ. പ്രൈസ് ടു ജീസസ്. എന്നതുപോലെ പുത്രത്വത്തിൽ, സൺഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഈ ഒരു ടേബിളിന്റെ കേസ് പറഞ്ഞതുപോലെ, ഞാൻ ഒരു കാര്യം യൂസ് ചെയ്യുമ്പോൾ എനിക്കതിന്റെ കംപ്ലീഷന് വേണ്ടി, ഞാനൊരു ബൈബിൾ വായിക്കുന്നു, എനിക്കൊരു റെഫറൻസ് നോട്ട് ചെയ്യണം, എനിക്ക് എൻ്റെ പെൻ ബോക്സിൽ നിന്ന് ഒരു പെൻ എടുക്കാം. ഇവിടെ ഇരിക്കുന്ന കെറ്റിലിൽ നിന്ന് എനിക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുടിക്കണമെങ്കിൽ എനിക്ക് ഒഴിച്ചു കുടിക്കാം. എനിക്ക് ഈ പ്രിമിസസ് മുഴുവൻ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദിസ് ഇസ് മൈൻ, ഇതെൻ്റേതാണ്. അതുപോലെയാണ് പുത്രന്റെ കാര്യം. എൻ്റെ മക്കൾ എൻ്റെ കൂടെ താമസിക്കുന്നു, ഒരു പെണ്ണ് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കത്തില്ല. എൻ്റെ മക്കൾ എൻ്റെ കൂടെ താമസിക്കുന്നു, അവരുടെ കിടപ്പുമുറി മാത്രമേ അവർ യൂസ് ചെയ്യൂ. അങ്ങനെയുണ്ടോ? ഇല്ല. അവർ ഈ വീട് ഫുൾ, ഇതിന്റെ പ്രിമിസസ് ഫുൾ, ഈ വീടിന്റെ കോമ്പൗണ്ട് ഫുൾ അവർ യൂസ് ചെയ്യുന്നു. ബിക്കോസ് അവർക്കറിയാം ഇത് അവരുടെ വീടാണ്. അവർക്ക് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ലാതെ അവർ ബാക്കി ഒന്നിലും റെസ്ട്രിക്റ്റഡ് അല്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പ ഈ മൈക്ക് ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് അവർക്ക് വന്ന് പിടിച്ചു മേടിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവർ ഈ മുറിയിൽ വരാതിരിക്കുന്നില്ല, അവർ ഈ വീട് യൂസ് ചെയ്യാതിരിക്കുന്നില്ല, അവർക്ക് വെള്ളം വേണമെങ്കിൽ അവർ എടുത്തു കുടിക്കാതിരിക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് അവർ അപ്പുറത്തെ വീട്ടിൽ പോവുകയും കിടക്കാൻ മാത്രം അവർ ഇവിടെ വരുന്നവരുമല്ല. കാരണം അവർ എൻ്റെ പുത്രനാണ് അവരെന്ന്, എൻ്റെ അബ്ബയാണ് ഇതെന്നും അവർക്ക് ബോധമുള്ളത് കൊണ്ട് അവരിത് ഫുൾ യൂസ് ചെയ്യുന്നു. അവരുടെ അവകാശങ്ങൾ അവർ യൂസ് ചെയ്യുന്നു. ഇതറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെന്തോ ചെയ്യും? നിങ്ങൾ പറ. ഇത് കിടക്കാൻ മാത്രമുള്ളൊരു വീടാണ്, ഈ പുള്ളി ഏതോ ആളാണ്, ഈ വീടിൻ്റെ കാവൽക്കാരനാണ് എന്നവരെന്നെ നോക്കി പറയും. ഞാൻ അപ്പൻ അല്ലെങ്കിൽ ഉള്ള പ്രശ്നമായി പറയുന്നത്. പിന്നെ അവർക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ, അവർക്ക് പിന്നെ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ബോധം ഉണ്ടെങ്കിൽ അവർ അവരോട് ചോദിക്കും, ഇല്ലെങ്കിൽ അതുമില്ല. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം അതാണ്. അവർക്ക് ഫുൾ ഫ്രീഡമാണ്. പക്ഷെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മേഖലകളും ഉണ്ട്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ത് കാര്യത്തിൽ? അവന്റെ പുത്രത്വം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാനുള്ള റെസ്ട്രിക്ഷൻ. അതിൽ ഒരു റെസ്ട്രിക്ഷനാണ് അന്യരെ കയറി, അന്യ ദൈവങ്ങളെ കയറി അപ്പ എന്ന് നീ വിളിക്കരുത്. ഒരു റെസ്ട്രിക്ഷന്റെ കാര്യം മാത്രമേ തൊടാൻ എനിക്കിപ്പോൾ സമയമുള്ളൂ, അത് തൊട്ട് ഞാൻ വിടുകയും ചെയ്യും. അപ്പ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരെയും നീ അപ്പ എന്ന് വിളിക്കരുത്. പഴയ നിയമം മുതൽ അത് പറയുന്നുണ്ട്. പുത്രത്വത്തിന്റെ പ്രത്യേകതയാണ്. ഇസ്രായേൽ മക്കൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റതാ. ഇസ്രായേൽ മക്കൾ ഏറ്റവും ബഹുദൈവങ്ങൾക്ക് അവരെ വിറ്റുകളഞ്ഞു. അതിനകത്തുനിന്ന് കർത്താവ് അവരെ ശേഖരിച്ചത്. കനാന്യ ദൈവങ്ങൾക്ക് അവർ യാഗമർപ്പിച്ചു. ഹല്ലേലൂയ. അവിടുത്തെ വിഗ്രഹങ്ങളെ അവർ വണങ്ങി. അബ്ബാ
എന്ന് സ്വർഗത്തിലെ ദൈവത്തെ വിളിക്കേണ്ടതിന് പകരം അവർ മറ്റു പല വിഗ്രഹങ്ങളെയും അവർ വിളിച്ചു, അവർ ആരാധിച്ചു, അതിനെ ഭജിച്ചു പോന്നു. ഇതെല്ലാം ദൈവത്തെ കോപപ്പെടുത്തിയ കാര്യമാണ്. സോ ദൈവം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. ഇതുപോലെ നമ്മുടെ സൺഷിപ്പ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സൺഷിപ്പ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ അവകാശവും നഷ്ടപ്പെടും. നമ്മുടെ പുത്രത്വം നഷ്ടപ്പെട്ടാൽ അഭിഷേകവും നഷ്ടപ്പെടും. പുത്രത്വം നഷ്ടപ്പെട്ടാൽ അധികാരവും നഷ്ടപ്പെടും. പുത്രത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആത്മശക്തിയും നഷ്ടപ്പെടും. പുത്രത്വം നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, ഈ അപ്പൻ ഇല്ലെങ്കിൽ വേറൊരു അപ്പൻ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നിനക്ക് ഒരു അപ്പനെ കിട്ടുമായിരിക്കും, ഒരു ബലത്തിന്, ഒരാശ്വാസത്തിന് കിട്ടുമായിരിക്കും. പക്ഷേ ഇത് കിട്ടത്തില്ല. ആത്മശക്തി, അധികാരം, അഭിഷേകം. പ്രൈസ് ടു ജീസസ്. ഞാൻ ഇങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങൾ എൻ്റെ ജീവിതം കളഞ്ഞവനാ. ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഇതേ അവസ്ഥ, ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞു വെച്ച അവസ്ഥ. പക്ഷെ അന്ന് എന്നിൽ അധികാരമില്ല, അന്ന് എന്നിൽ ആത്മശക്തിയില്ല, അന്ന് എന്നിൽ കോൺഫിഡൻസ് ഇല്ല, അന്ന് എന്നിൽ പ്രത്യാശയില്ല, ഒന്നുമില്ല. പിന്നെ എനിക്കൊരു സമാധാനം, ഞാനൊരു ദൈവവിശ്വാസിയാണ്, എനിക്കൊരു സമാധാനം. പക്ഷെ അതിനപ്പുറം ദൈവത്തിന് എന്നെ യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ചില അന്ധത വിട്ട് പുറത്തു വന്നപ്പോൾ ദൈവാത്മാവ് ഈ കാര്യങ്ങൾ ടീച്ച് ചെയ്യാൻ തുടങ്ങി. ദൈവാത്മാവ് ആരെയൊക്കെയോ ഇത് ഓർമ്മിപ്പിക്കുന്നത് നിന്നെ അന്ധതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ്. ദൈവത്തിന് നിന്നെ അവകാശം ധരിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ആ മനുഷ്യൻ്റെ കയ്യിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ധൂർത്തപുത്രൻ്റെ കാര്യം തന്നെ, അവൻ്റെ കയ്യിൽ സമ്പത്തുള്ള കാലഘട്ടങ്ങളിൽ അവൻ സ്വയം ഒരു രാജാവായിരുന്നു. ഏത് രാജാവ്? കിരീടമില്ലാത്ത രാജാവ്. മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവ്, കിരീടമില്ലാത്ത രാജാവ്. സ്വയം അവൻ അഭിമാനിച്ചു, ഞാനൊരു രാജാവാ, ഞാനൊരു കൊച്ചു മുതലാളിയാ. പക്ഷേ കയ്യിലിരുന്ന പണമൊക്കെ അങ്ങോട്ട് തീർന്നപ്പോൾ അവനിൽ നിന്ന് മെല്ലെ സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ആയപ്പോൾ ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ ആയപ്പോൾ കയ്യിലുള്ള പണം എങ്ങനെയെങ്കിലുമൊക്കെ പണം സമ്പാദിച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചാലും അവന് വിശപ്പടങ്ങാത്തൊരവസ്ഥ വന്നു. ഏത് വിശപ്പാ? വിശപ്പടങ്ങുന്നില്ല. എത്ര അവൻ TV കണ്ടിട്ടും അവന് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ. എത്ര ന്യൂസ് കേട്ട് സമയം കഴിഞ്ഞിട്ടും മനസ്സിലെ ചിന്തകൾ വിട്ടുമാറാത്ത അവസ്ഥ. എത്ര അവൻ സ്വന്തം ബോധം മറയുമാറ് അവൻ വീഞ്ഞു കുടിച്ചിട്ടും അവനൊന്നും മറക്കാൻ പറ്റാത്ത അവസ്ഥ. പഴമയുടെ ഓർമ്മകൾ തികട്ടി വരുന്നു. കാരണം എന്താ? അവകാശത്തിൽ നിന്നും എത്രയോ വിദൂരതയിലാണ് ഇപ്പോൾ ഈ മകന്റെ വാസം. സ്തോത്രം. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തു നോക്കൂ. ഒരാഴ്ച, അത്രയൊന്നും പോകത്തില്ല, ഒരാഴ്ച ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഈ അവകാശത്തിൽ നിന്നൊന്ന് അകന്നിരുന്ന് നോക്കൂ. അന്നേരം അറിയാം ഞാൻ ഈ പറയുന്ന മെസ്സേജിൻ്റെ ആഴം എത്രയാണ്. ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല കുഞ്ഞെ. സമാധാനത്തിന് ഇനി എന്തൊക്കെ ആരൊക്കെ വന്നു എന്ന് നിങ്ങളെ ചിരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ആത്മാവ് സന്തോഷിക്കത്തില്ല, ഹൃദയം സന്തോഷിക്കത്തില്ല, മനസാക്ഷി സന്തോഷിക്കത്തില്ല. അവസാനം പന്നിക്ക് കഴിക്കുന്ന വാളവിരയുടെ അറ്റം വരെ അവൻ എത്തി. ആ അവസ്ഥയിലേക്ക് അവൻ അധപ്പതിച്ചു പോയി. അവകാശത്തിൽ നിന്ന് അകന്നാൽ അധപ്പതിച്ചു പോകും. ദൈവകൃപയിൽ നിന്ന് അകന്നാൽ അധപ്പതിച്ചു പോകും. ദൈവിക സത്യത്തിൽ നിന്ന് അകന്നു മാറിയാൽ അധപ്പതിച്ചു പോകും. അന്നേരം അവന് സുബോധം, അവൻ അന്ധത അവനെ വിട്ടുമാറാൻ തുടങ്ങുന്നു. ഞാൻ എൻ്റെ അപ്പൻ. അവൻ്റെ ഉള്ള അന്നേരം സംസാരിക്കാൻ തുടങ്ങി. അപ്പൻ. ഫാദേഴ്സ് ഹൗസ്. എത്രയോ ദിനരാത്രങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളത്തിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുന്നേൽക്ക, അപ്പനോട് പറക, ദൈവത്തോട് സംസാരിക്കുക, പ്രാർത്ഥിക്കുക. ഫാദേഴ്സ് ഹൗസ്. ദൈവഭവനത്തിലേക്ക് ചെല്ലാൻ എത്ര കാലം ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവ് നിന്നെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഫാദേഴ്സ് ഹൗസ്. ഭവനത്തിലേക്കുള്ള ഒരു വിളി. ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇങ്ങനെ മനസ്സിലായി, എനിക്ക് അപ്പൻ്റെ പ്രായമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ബൈബിളിൽ വായിച്ചുള്ള പരിചയമേ ഉള്ളൂ ഇതൊരു നല്ല അപ്പനാണെന്ന്. ഞാനൊരു കാര്യം പറയാം. ഇവൻ നടക്കുമ്പോൾ, ഇവൻ ഈ പണവും ചെലവഴിച്ച് ഇവൻ സുഖലോലുപതകൾ തേടി ഇവൻ നടക്കുമ്പോൾ, ആ മനുഷ്യൻ നടക്കാൻ പോകാതെ ഏതോ മുറിക്കകത്ത് മുട്ടുമടക്കിയിരിക്കുകയായിരുന്നു.
പല വീട് വിട്ട് നടക്കുകയും വീട്ടുകാരെ അനുസരിക്കാതെ നടക്കുകയും പാസ്റ്ററെ അനുസരിക്കാതെ നടക്കുകയും സഭയ്ക്കകത്ത് കയറാതെ നടക്കുകയും ദൈവവചനത്തെ കൈക്കൊള്ളാതെ നടക്കുകയും ദൈവനിഷേധികളായി നടക്കുകയും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഇന്ന് കിട്ടിയത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ അവർ ജീവിക്കുകയും ദൂർത്തടിച്ച് ജീവിക്കുകയും വീട് മറന്ന് ജീവിക്കുകയും ഭാര്യയെ മറന്ന് ജീവിക്കുകയും മക്കളെ മറന്ന് ജീവിക്കുകയും സഭ മറന്ന് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ധൂർത്തുപുത്രനെ ഒരു സ്പൈയെ വെച്ചൊന്നുമല്ല കണ്ടുപിടിച്ചതും അവനെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നതും. ഈ മനുഷ്യൻ വീടിനകത്ത് മുട്ടുമടക്കി എന്നുള്ളത് നിശ്ചയമാണ്. ബൈബിൾ പറയുന്നില്ല, പക്ഷെ നിശ്ചയമാണ്. ഈ ചെക്കൻ്റെ ഹൃദയത്തിനകത്ത് ഫാദർ ഫാദർ ഫാദർ, എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, എൻ്റെ അപ്പൻ കൊടുക്കുന്നവനാ, എൻ്റെ അപ്പന് മനസ്സലിവുള്ളവനാ, എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ തിന്ന് ശേഷിക്കുന്ന ഒരു തലമ എൻ്റെ അപ്പൻ്റെ സ്വഭാവം, എൻ്റെ അപ്പൻ കൊടുത്താൽ നന്നായിട്ട് കൊടുക്കുന്നവനാ, എൻ്റെ അപ്പൻ മനസ്സലിവുള്ളവനാന്നുള്ളൊരു ബോധം വരണമെങ്കിൽ ഈ ചെക്കൻ്റെ ബുദ്ധിയെ പിടിച്ച എന്തോ ഒരു സാധനമുണ്ട്. ഇവൻ ബുദ്ധി മറഞ്ഞ ഇവൻ വീട്ടിൽ നിന്ന് പണവും കൊണ്ട് ഇറങ്ങി ഓടിയത്. പക്ഷെ ഇവന്റെ ബുദ്ധിയെ മറച്ച സാധനത്തെ എടുത്തു കളയുന്ന എന്തോ ഒന്ന് ഈ ചെക്കനെ തൊട്ടിട്ടുണ്ട്. അതാണ് ഫാദേഴ്സ് ഹൗസ് എന്ന് അവന് തോന്നാൻ കാരണം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ദൈവനിഷേധികളായിട്ടോ ദൈവത്തെ അനുസരിക്കാതെ അറിയാതെയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പലരും തന്നിഷ്ടപ്രകാരം നടക്കുമ്പോൾ നീ എവിടെയും നടക്കാൻ പോണ്ട, നീ വീടിനകത്ത് മുട്ടുമടക്കിയാൽ താനേ അവൻ്റെ അകത്തിരുന്ന് മന്ത്രിക്കും, കേറടാ വീടിനകത്തുനിന്ന്, ചെല്ലടാ നിന്റെ അപ്പൻ്റെ അടുത്തുനിന്ന്, ചെല്ലടാ നിന്റെ സഭയിലെന്ന്, മടക്കട എൻ്റെ സന്നിധിയിൽ മുട്ടെന്ന് ദൈവം സംസാരിക്കും. സൺഷിപ്പിലേക്ക് മടക്കി വരുത്താൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. പുത്രത്വത്തിലേക്ക് മടക്കി വരുത്താൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബൈബിളിൽ കണ്ടിട്ടുള്ളൊരു കാര്യം, മടക്കി വരുത്തുന്നൊരു ദൈവമാണ്. നഷ്ടപ്പെട്ടു പോയ ആണ്ടുകളെ ദൈവം മടക്കി വരുത്തുന്നത് ബൈബിളിൽ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം മടക്കി വരുത്തുന്നത് ദൈവം ബൈബിളിൽ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ മടക്കി വരുത്തുന്നത് ബൈബിളിൽ പറയുന്നുണ്ട്. പുത്രത്വത്തിൻ്റെ അവകാശം മടക്കി വരുത്തുന്നത് ബൈബിളിൽ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആത്മീയ സന്തോഷം മടക്കി വരുന്നത് പറയുന്നുണ്ട്. കൃപകൾ മടക്കി വരുന്നത് പറയുന്നുണ്ട്. അഭിഷേകം മടക്കി വരുന്നത് പറയുന്നുണ്ട്. അങ്ങനെയല്ല, മടക്കി വരുത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ദൈവമായതുകൊണ്ട് ഞാൻ ഉറപ്പോടും ധൈര്യത്തോടും ആത്മനിയോഗത്തോടും കൂടെ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നിന്നിലേക്ക് വന്നു ചേരാനുള്ളതിനെ തടയുകയും മറയ്ക്കുകയും ബന്ധിക്കുകയും കുറുതടി വെക്കുകയും ചെയ്യുന്ന ഏതൊരവസ്ഥയിൽ നിന്നും എൻ്റെ ദൈവം മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ വീട്ടിലേക്ക്, കൈകളിലേക്ക്, ജീവിതത്തിലേക്ക് എത്ര വലിയ ഉരുളം കല്ല് വെച്ച് അടച്ചു വെച്ചാലും സ്വർഗം അതിനെ വിളിച്ചു പുറത്തു കൊണ്ടുവരും. ദൈവം സ്നേഹിക്കുന്ന ലാസറിനെ മനുഷ്യ ആചാരപ്രകാരം, യഹൂദന്മാരുടെ ആചാരപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത് ശുശ്രൂഷകളും ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് കല്ലറയ്ക്കകത്ത് വെച്ചു. പക്ഷെ ദൈവത്തിന് പ്രിയപ്പെട്ടവനവൻ. അവനെ എല്ലാ ആചാര വഴിപാടുകളോടുകൂടെയും വളരെ സുന്ദരമായി കല്ലറയ്ക്കകത്ത് അടക്കി. നമ്മളും അങ്ങനെ തന്നെ മരിച്ച വെച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല കേട്ടോ, നമ്മളും കൊണ്ടടക്കും. പക്ഷെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാവൻ. അവന്റെ കാലം ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടില്ല. ആ കല്ലറയ്ക്കകത്ത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പട്ടിയും പൂച്ചയും ഒന്നും മാന്തി എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഉറപ്പോടുകൂടെ ആ കല്ലറ അടച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു ലാസർ. അതുകൊണ്ട് തന്നെ വല്ല വിധനയും കൊണ്ട് അടക്കിയൊന്നുമില്ല. വളരെ മാന്യമായ രീതിയിൽ ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് വേറെ ഒന്നുമല്ല, എനിക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാം. എന്ന് പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ലാത്ത, ഒട്ടും മിണ്ടാത്ത ഒരു വ്യക്തിയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ട് കളഞ്ഞേച്ചും വരുന്നത് പോലെ വരുന്നവരെയൊക്കെ എനിക്കറിയാം. എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട്, എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് ദഹിപ്പിച്ച് കളഞ്ഞിട്ട് എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അതാ പെട്ടെന്ന് അതിലേക്ക് ചിന്തിച്ചത്. പക്ഷെ ഇവിടെ വളരെ മാന്യമായിട്ട് ആ മനുഷ്യനെ അടക്കി. പക്ഷെ ദൈവത്തിന് പ്രിയപ്പെട്ടവനവൻ. അതുകൊണ്ട് തന്നെ വളരെ സുന്ദരമായി അടച്ച് കെട്ടി ഉറപ്പിച്ചു വെച്ചിരുന്ന ആ കല്ലറയ്ക്കകത്തുനിന്ന് ഒരു വിളി ശബ്ദമേ വേണ്ടി വന്നുള്ളൂ. അവൻ്റെ അവകാശത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ലൈഫിലേക്ക്, നഷ്ടപ്പെട്ടു പോയ അവൻ്റെ കുടുംബത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ അവൻ്റെ സഹോദരിമാരിലേക്ക്, നഷ്ടപ്പെട്ടു പോയ
അവൻ്റെ കർത്തൃത്വത്തിലേക്ക്, അവൻ്റെ ശുശ്രൂഷയിലേക്ക് അവന് മടങ്ങി വരാൻ ഒരൊറ്റ വിളിയെ വേണ്ടി വന്നുള്ളൂ. ഒരൊറ്റ വിളി. പ്രിയപ്പെട്ട സുഹൃത്തെ, ലോകം എത്ര ആചാര അനുഷ്ഠാനങ്ങളോടുകൂടെ ഒരു വ്യക്തിയെ ക്ലോസ് ചെയ്ത് കളഞ്ഞാലും, ദൈവ വിളിയുള്ള ഒരു വ്യക്തിയാണ്, ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ സമയങ്ങളെ എൻ്റെ ദൈവം മടക്കി നൽകും. അവൻ്റെ ജീവിതത്തെ ദൈവം മടക്കി നൽകും. ഈ ലോകത്ത് ആർക്കും മടക്കി കൊടുക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ. ഒന്ന്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ വയസ്സ്. രണ്ട്, നഷ്ടപ്പെട്ടു പോയ സമയം. പക്ഷെ ഇത് രണ്ടും കർത്താവ് കൂടുതലായിട്ട് നിനക്ക് തരും. എങ്ങനെയാണ് കർത്താവ് അത് നിനക്ക് മടക്കി തരുന്നത്? ഒന്ന്, നിന്റെ ആയുസ്സിനോട് കൂടെ നീ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട കാലഘട്ടത്തോടുകൂടെ 15 സംവത്സരം ദൈവം കൂട്ടിത്തരും. സമയം മടക്കി കിട്ടിയില്ലേ? വയസ്സ് മടക്കി കിട്ടിയില്ലേ? കൂട്ടിത്തരും. അതോടുകൂടെ നിന്റെ ഹെൽത്തും അത്രയും വർദ്ധിക്കും. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായിരുന്നു, പക്ഷേ ദൈവം ആയുസ് വർദ്ധിപ്പിച്ചു, 15 സംവത്സരം വർദ്ധിപ്പിച്ചു. എൻ്റെ സമയവും പോയി, കാലവും പോയി, എൻ്റെ ആരോഗ്യവും പോയി, സൗന്ദര്യവും പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് പറയുന്നത്, ദൈവം വർദ്ധിപ്പിച്ചു തരാൻ വിശ്വസ്തനാണ്. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. കർത്താവ് പുത്രത്വത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത് അടിമത്തത്തിൽ നിന്നാണ് വിളിച്ചേക്കുന്നത്. കർത്താവ് വിളിച്ചത് എവിടുന്ന? അടിമത്തത്തിലേക്കാണ്. വീണ്ടും നിന്നെ ആ പുത്രത്വത്തിൽ നിന്ന് വലിച്ചോണ്ട് പോകാൻ ശ്രമിക്കുന്നതും പലതിൻ്റെ അടിമത്തത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ നിൽക്കുന്നവരെ വീഴ്ത്താൻ ഇത്രയും വലിയ പ്രശ്നങ്ങളെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഇത്രമേൽ പോരാട്ടം എന്ന് ചോദിച്ചാൽ, അവനെ വിടുവിച്ചെടുത്ത ഒരു അടിമ നുകത്തിൻ കീഴിൽ പിന്നെയും അവനെ കൊണ്ട് കെട്ടാനാ. അടിമനുകം അവന്റെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. വചനം പറയുന്നു, നോക്കിയേ, അടിമപ്പെട്ടിരുന്നു. ഏതാ? ന്യായപ്രമാണത്തിന്റെ കീഴിൽ. ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടിമകളായിരുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തോടുകൂടെ നമുക്ക് മടക്കി കിട്ടിയ പുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും അവകാശത്തിലേക്കും കടന്നു വരാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ സത്യം അറിയാത്തിടത്തോളം കാലം അവൻ പിന്നെയും കരുണയുണ്ടായിരിക്കണമേ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. അവൻ അവകാശത്തോടുകൂടെ ക്ലൈം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മമണ്ഡലത്തിൽ അവകാശത്തോടെ ക്ലൈം ചെയ്യുന്നവർക്കാണ് നിലനിൽക്കാൻ പറ്റുക. ആത്മമണ്ഡലത്തിൽ അധികാരത്തോടും അവകാശത്തോടും കൂടെ ക്ലൈം ചെയ്യുന്നവരെക്കാണ് നിലനിൽക്കാൻ പറ്റുക. അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, but elementary principles of this world, but when the fullness of the time had come, കാലസമ്പൂർണത വന്നപ്പോൾ, ഒരു സമയം തേടി വന്നേ, ഭക്തനെ തേടി ഒരു സമയം വന്നേ. ഞാനൊരു ദൈവശബ്ദം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്നതിനെ എടുത്തു മാറ്റാനുള്ള സമയത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, എപ്പോഴാണ് കാലസമ്പൂർണത വന്നത്? അടിമത്തത്തിൽ തൻ്റെ മക്കൾ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ. ആരാലാണ് കാലസമ്പൂർണത വരുത്തിച്ചത്? സാക്ഷാൽ ദൈവത്താൽ, പുത്രനായ യേശുക്രിസ്തുവിന്റെ അയപ്പിനാൽ ആ കാലസമ്പൂർണത വരുത്തിച്ചു. When the time had come, ആ സമയം വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ
ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എന്നിട്ട് എന്തിയെ? ഹൃദയങ്ങളിൽ അയച്ചു എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ്റെ ഹൃദയത്തെ അയച്ചു എന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. ഞാൻ പ്രാർത്ഥിക്കുമോ ഇല്ലയോ നോക്കിയിട്ടല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് അയച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, രക്ഷിക്കപ്പെട്ട എല്ലാവരിലും പുത്രത്വത്തിൻ്റെ ആത്മാവ് വർക്ക് ചെയ്യുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട എല്ലാവരിലേക്കും പുത്രത്വത്തിൻ്റെ ആത്മാവ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അവകാശിയാകുന്നത് കൊണ്ട് അവൻ അവകാശത്തോടെ ജീവിക്കുന്നവനായിരിക്കും. അവകാശിയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു ഫ്രീഡവും ആ ഒരു കംഫർട്ടും നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയാലുണ്ടോ? നിങ്ങൾ പറ. ഇല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്ന് ആ സെക്കൻഡ് നിങ്ങൾ ലിവിങ് റൂമിൽ നേരെ കിച്ചണിൽ ചെന്ന് വെള്ളം എടുത്ത് കുടിക്കും, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് പകർന്ന് കുടിക്കും. എന്നാൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നാൽ വെള്ളം കുടിക്കണമെന്ന് തോന്നിയ ഓർഡർ നിങ്ങൾ കിച്ചണിലേക്ക് ചാടി കയറുമോ? നിങ്ങൾ എന്തിനും പെർമിഷൻ ചോദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ശരിയല്ലേ? എടാ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ? എടാ ഞാൻ ഈ ഫോണൊന്ന് ഇവിടെ കുത്തി ഇട്ടോട്ടെ, ചാർജ് ചെയ്തോട്ടെ. എടാ എനിക്ക് നിന്റെ മെയിലൊന്ന് ചെക്ക് ചെയ്യാൻ നിന്റെ സിസ്റ്റം ഒന്ന് തരാൻ പറ്റുമോ? ഫ്രീ ആണ്. നമ്മൾ ചോദിക്കുന്നവരായിരിക്കും. നമ്മളിങ്ങനെ നമ്മളെപ്പോഴും ഉള്ളിലൊരു ഒരു ചമ്മൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ജാള്യത, ഒരു നാണക്കേടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കാണ്ടും വയ്യ എന്നുള്ള വശം ചോദിക്കുന്നവരായിരിക്കും. എന്നാൽ അതേസമയം സ്വന്തത്തിൽ നമ്മൾ നിന്നാലോ, നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇതൊന്നും നമ്മൾ ഭയങ്കര ഫ്രീയാ. നമുക്കവിടെ നാണക്കേടും ഇല്ല, ആശങ്കയില്ല, നമ്മൾ ഫ്രീ ആണ്. ഇതാണ് അടിമത്തത്തിൻ്റെ കീഴിൽ കിടക്കുന്നിടത്തുനിന്ന് സ്വന്തത്തിലേക്ക് വന്നാലുള്ള പ്രത്യേകത. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഇനി ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ പോവാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടിമത്തത്തിൻ്റെ കെട്ടുകളുണ്ടെങ്കിൽ അവൻ കംഫർട്ടായിരിക്കത്തില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിങ്ങുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അവൻ കംഫർട്ടായിരിക്കത്തില്ല. ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ പുത്രത്വത്തിൻ്റെ അനുഭവം ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അവൻ്റെ ജീവിതം എപ്പോഴും അസ്വസ്ഥതയുള്ളതായിരിക്കും. നിങ്ങൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പുത്രത്വത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരും. എനിക്ക് അതിനകത്ത് നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞായറാഴ്ച തോറും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, തിരുവത്താഴമുള്ളപ്പോൾ അതും എടുക്കുന്നുണ്ട്, പള്ളി മുടക്കുന്നേയില്ല, തിരുവത്താഴം മുടക്കുന്നേയില്ല എന്ന് പറഞ്ഞ് പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്നിൽ വർക്ക് ചെയ്യത്തില്ല. എൻ്റെ മോൻ ഞാനുമായിട്ടൊരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് അപ്പ, രാത്രി ഗുഡ് നൈറ്റ് അപ്പ, ഇത്രയും പറഞ്ഞിട്ട് അവൻ രാവിലെ ഉണരും രാത്രി കിടക്കും, രാവിലെ ഉണരും രാത്രി കിടക്കും. ദിവസം 2 നേരമേ സംസാരിക്കുന്നുള്ളൂ, ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ്, ഇത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് ആ പയ്യനോട് എത്ര സ്നേഹം വരും? നിങ്ങൾ പറ. അപ്പനാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനുമായിട്ട് ഒരു കെമിസ്ട്രി ഇല്ല, അല്ലേ? ഒരു സുഖമില്ല. ഒരു ബോസ്, ഒരു സബോർഡിനേറ്റ്, ആ ഒരവസ്ഥ, ഒരു സാറ് കുട്ടി അനുഭവം, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ഈവനിങ് സാർ, ഗുഡ് നൈറ്റ് സാർ, ഗുഡ് ബൈ സാർ, ഈ അവസ്ഥയായിപ്പോയി. എന്നാൽ എൻ്റെ മോനാണെങ്കിലോ, എന്നാൽ ശരിക്കും അവൻ്റെ പുത്രത്വം അവനൊന്ന് മനസ്സിലാക്കിയിട്ടാണെങ്കിലോ, അവനൊരു പ്രത്യേക രീതിയിൽ എന്നെ അവനിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അവൻ്റെ വികൃതികളിലൂടെയും സംസാരത്തിലൂടെയും എന്നെ അവനിലേക്ക് അട്രാക്റ്റ് ചെയ്യും. നിനക്ക് ദൈവത്തെ നിന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അബ്രഹാമിന് ദൈവത്തെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ? ആ സ്ത്രീക്ക്, രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് കർത്താവിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ? അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ദൈവം മസിൽ പിടിച്ചിരിക്കത്തില്ല, മസിൽ പിടി നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ആ ഒരു ഫുൾനെസ്സിൽ നിന്ന്, നമ്മുടെ ഒരു ലളിതമായ ആ ഒരു മനോഭാവത്തിൽ നിന്ന്, കളങ്കമില്ലാത്ത മനസാക്ഷിയിൽ നിന്ന് ദൈവത്തെ അപ്രോച്ച് ചെയ്താൽ, ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണിയിൽ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ട് യേശു കർത്താവിൻ്റെ തലയിലേക്ക് ഒഴിച്ചു.
ഈ സ്വച്ഛ ജഡമാംസി തൈലം മേടിക്കാൻ വേണ്ടി അവള് കാനറ ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് ഈ തൈലവും പോയി ഒപ്പിച്ച് കർത്താവ് എന്നെ കാണുന്നുണ്ടോ നോക്കി കർത്താവ് കണ്ടു എന്ന് വരുത്തിയതിന് ശേഷം കുടോന്ന് തലയിലോട്ട് എണ്ണ കൊണ്ട് ഒഴിച്ചില്ല. പുറകിൽ കൂടെ വന്ന് അവൻ്റെ തലമേൽ അവൾ ഒഴിച്ചു. അവൻ ശ്രദ്ധിച്ചില്ലയോ, വഴക്ക് പറയത്തില്ലയോ, ഇതൊന്നും അവളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ലായിരുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്താലോ, ചെയ്യാൻ പോവുകയാണ്, പുള്ളി കാണുന്നുണ്ടോ, പുള്ളി കണ്ടെങ്കിൽ കൊള്ളായിരുന്നു, പുള്ളി ഇപ്പം എന്നെ നോക്കും, ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ എൻ്റെ കർത്താവേ നോക്കിയത് കണ്ടു, ഇട്ടു. മോനെ, നീ എന്തെങ്കിലും ചെയ്താ ദൈവം കാണാൻ വേണ്ടി നീ ദൈവം കാണാൻ വേണ്ടി ചെയ്താൽ മതി, മനുഷ്യൻ കാണാൻ വേണ്ടി ചെയ്യല്ലേ. നിനക്കെന്തെങ്കിലും ചെയ്ത മനുഷ്യൻ എന്ന വണ്ണമല്ല, കർത്താവിൻ എന്ന വണ്ണം ചെയ്വിൻ. നീ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കർത്താവിൻ എന്ന വണ്ണം ചെയ്വിൻ. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യ. ഞാൻ എന്തോരം അവന് വേണ്ടി പ്രാർത്ഥിച്ചതാ. നീ കർത്താവിൻ എന്ന വണ്ണം ചെയ്വിൻ. എന്നെ കൊണ്ട് എന്ത് ആദായം ആ കുടുംബത്തിനുണ്ടായിരുന്നതാ, എന്നിട്ട് ഇപ്പോ നീ കർത്താവിൻ എന്ന വണ്ണം ചെയ്വിൻ. ഹല്ലേലൂയ. എന്നെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ നാളുകളിൽ. കർത്താവിൻ എന്ന വണ്ണം ചെയ്വിൻ. നമ്മുടെ പ്രതിഫലം അന്നേരം വരത്തുള്ളൂ. പുള്ളി എനിക്ക് പ്രയോജനപ്പെട്ടോ ഇല്ലയോ, ഉണ്ടോ, കർത്താവിൻ എന്ന വണ്ണം. നിനക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, നീ ചെയ്യാം. ഈ സ്ത്രീ കൊണ്ടൊഴിച്ചപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തി. അതിപ്പോഴും അങ്ങനെ. ദൈവം പ്രസാദിക്കുവോ, മനുഷ്യൻ നിന്നെ കുറ്റപ്പെടുത്തും. നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുവോ, മനുഷ്യൻ വിധിക്കും. നിന്റെ ശുശ്രൂഷയിൽ കർത്താവ് 100 ഇടുവോ, മനുഷ്യൻ അത് കൊള്ളത്തില്ല എന്ന് പറയും. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, മനുഷ്യൻ പറയും ഇതൊക്കെ എന്തിനാണോ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ പറയും. അന്നേരം ഉറപ്പിച്ചോ, നിനക്ക് ദൈവവിളിയുണ്ട്. ഇവള് പുറകിൽ കൂടെ കൊണ്ട് കർത്താവിൻ്റെ തലയിൽ ആ സ്വച്ഛ ജഡമാംസി തൈലം ഒഴിച്ച് അവളുടെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ ഇവിടെ പെർമിഷനും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അവളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്തു. പ്രസാദം ആരിന്ന് വന്നു. പൗലോസ് അവളെ വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചില്ല, അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല. ഓ എൻ്റെ കർത്താവിൻ്റെ ദാസിയേ, ഇതൊക്കെ വിളിയേക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മോനെ, നിന്നെ കർത്താവിൻ്റെ ദാസാന്ന് വിളിച്ചില്ലേലും, കർത്താവിൻ്റെ ദാസിയേന്ന് വിളിച്ചില്ലേലും, വിളിച്ചാൽ നീ ഒട്ട് പെരുകുകയും ചെയ്യരുത്, വിളിച്ചില്ല എന്ന് പറഞ്ഞ് നീ വിഷമിക്കുകയും ചെയ്യരുത്. കർത്താവിൻ എന്ന വണ്ണം ചെയ്യും. കർത്താവിൻ എന്ന വണ്ണം ചെയ്യും. പ്രസാദം വന്നത് എല്ലാവരും വിധിച്ചു. ഇതൊക്കെ പണത്തിന്റെ കുറച്ച് കൊഴുപ്പാട്ടോ. എന്തോരം ദരിദ്രന്മാരാ നമ്മുടെ പട്ടണത്തിൽ കിടക്കുന്നത്. ഇതൊക്കെ കൊഴുപ്പാട്ടോ. എത്ര രൂപയാ കൺവെൻഷന് വേണ്ടി ചെലവഴിച്ച് കളയുന്നു. എന്തോരം ദരിദ്രന്മാരാ കിടക്കുന്നത്. ഞാനൊന്ന് ഈ സാറിനോട് ചോദിച്ചോട്ടെ, ഈ ദരിദ്രന്മാർക്കെല്ലാം സാറ് 100 രൂപ വെച്ച് കൊടുത്തോണ്ടിരിക്കുവാണോ? എത്ര പാവപ്പെട്ടവരെ സഹായിക്കാം. ഈ അഹങ്കാരം ഇത്രയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യേണ്ട കാര്യം? ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാർ എല്ലാ മാസവും സാലറി കിട്ടുന്ന സമയത്ത് ഒരു ദരിദ്രനെങ്കിലും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണോ? മറുപടിയില്ല. പക്ഷേ ന്യായം പറയുന്നതിന് ഒരു കുറവുമില്ല. കർത്താവിൻ എന്ന വണ്ണം ചെയ്യുവിൻ. എന്നെ കൂടെ പറ്റുന്നത് ചെയ്യാം. ഹല്ലേലൂയ. ആ സ്ത്രീയെ ശ്രദ്ധിക്കണം നമ്മൾ. അവൾ കർത്താവ് എന്നെ കർത്താവ് അംഗീകരിക്കുമോ? ഞാൻ ഈ വഴിപാട് കഴിച്ചാൽ കർത്താവ് പ്രസാദിക്കുമോ? ഇനി എന്നെ ശാസിക്കുമോ? നീ എന്തിന് എൻ്റെ മേത്ത് തൊട്ടെന്ന് പറയും? നീ എന്തിനീ പണി കാണിച്ചെന്ന് ചോദിക്കൂ? ഒന്നും അവിടെ. അവളുടെ ആത്മാവ് പറഞ്ഞത് അവൾ ചെയ്തു. ദൈവം അവളിൽ പ്രസാദിച്ചു. കർത്താവ് അവളിൽ അവളെ ദൈവം അപ്രീഷിയേറ്റ് ചെയ്തു. അവളുടെ പേര് വിശുദ്ധ പുസ്തകത്തിനകത്ത് എഴുതി. നീ ചെയ്യുന്നൊരു നന്മ ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതും. നീ ചെയ്യുന്നൊരു തിന്മ ദൈവത്തിൻ്റെ മറ്റൊരു പുസ്തകത്തിനകത്ത് എഴുതും. നിന്റെ ഒരു നല്ല ആശയം ദൈവം അപ്രീഷിയേറ്റ് ചെയ്യും. നിന്റെ ഒരു മോശം ചിന്ത ദൈവത്തെ വ്യസനിപ്പിക്കും. നീ ഒരു നല്ല മനുഷ്യനായാൽ ദൈവത്തിൻ്റെ പേര് പെരുകും. നീ ഒരു മോശം മനുഷ്യനായാൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടും. പൗലോസ് അത് ഭയപ്പെട്ടു. ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായാൽ ദൈവനാമം ദുഷിക്കപ്പെടത്തില്ലേ? പ്രിയപ്പെട്ട സുഹൃത്തെ,
ദൈവം ആഗ്രഹിക്കുന്നത് എന്നാണെന്നറിയാവോ? ഒരു അപ്പോസ്തലനാകണമെന്നല്ല. ഞാൻ എപ്പോഴും എൻ്റെ മെസ്സേജിനകത്ത് പറ്റുമ്പോഴൊക്കെ ഉൾപ്പെടുത്തുന്നതാ. ഒരു അപ്പോസ്തലനാകണമെന്നല്ല, ഒരു പ്രവാചകനാകണമെന്നല്ല, പിന്നെ ഒരു നല്ല ശിഷ്യനാകണമെന്നല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു നല്ല മനുഷ്യനാകണമെന്നുള്ളതാണ്. നീ ഒരു നല്ല മനുഷ്യനായിരിക്കണം. ഹൂ ഈസ് ക്രൈസ്റ്റ്? ക്രിസ്തു ആരാണ്? യേശു ചോദിച്ചു, എന്താണ് എന്നെക്കുറിച്ച് ആൾക്കാർ പറയുന്നത്? ആൾക്കാർക്ക് പ്രവാചകനെ ആവശ്യം, ആൾക്കാർക്ക് ഏലിയാവിനെ ആവശ്യം, ആൾക്കാർക്ക് പുരോഹിതനെ ആവശ്യം. ആ പ്രവാചകൻ, ഈ പ്രവാചകൻ, ലവൻ, ദൈവൻ ഇതിനൊക്കെ പറഞ്ഞ യേശുവിനെ പത്രോസിനോട് ചോദിച്ചു, മോനെടാ നീ എന്തുവാടാ എന്നെക്കുറിച്ച് പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ക്രൈസ്റ്റ്, അഭിഷിക്തൻ, അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. ദൈവത്തിന് ആവശ്യം അഭിഷിക്തനെയാണ്, അഭിഷേകമുള്ളവനെയാണ്. ആരാണ് പുത്രൻ? ആരാണ്? അഭിഷേകമുള്ളവനാണ്. പിതാവാം ദൈവത്തിൻ്റെ പുത്രൻ ആരാണ്? അഭിഷിക്തനായിരുന്നു, ക്രൈസ്റ്റ് ആയിരുന്നു. ഇനി ഞാൻ ക്രിസ്തുവിൽ ആരാണ്? ഞാൻ ക്രിസ്തുവിനാൽ വാർത്തെടുക്കപ്പെട്ടവനാണ്. ഐ ആം ഓൾസോ ആൻ അനോയിന്റഡ് പേഴ്സൺ. ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കണം ഒരു പുത്രൻ. ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കണം ഒരു പുത്രൻ. ആ അഭിഷിക്തനാണെങ്കിൽ അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ സകല നുകത്തെയും തകർക്കുന്നവനായിരിക്കും. യേശുവിന്റെ മേൽ വെച്ച ക്രൂശ് ഒഴികെ, ക്രൂശ് യേശുവിന് വെച്ചതാണെന്നറിഞ്ഞു. ബാക്കി എല്ലാ നുകത്തെയും കർത്താവ് ക്രഷ് ചെയ്ത് കളഞ്ഞു. സകലത്തിനെയും കർത്താവിന് വെച്ചതിനെയും മറ്റുള്ളവന് വെച്ചതിനെയും ദൈവം ക്രഷ് ചെയ്ത് കളഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുക, നിന്റെ ജീവിതത്തിൽ ഈ പുത്രത്വത്തെക്കുറിച്ച് നിനക്കൊരു ബോധ്യവും ഉണ്ടെങ്കിൽ ഈ അഭിഷേകം നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കും. നിന്നെ ഒരു തിന്മയും നിന്നെ തൊടാൻ വരത്തില്ല, ഒരു ദോഷവും നിന്നെ തൊടാൻ വരത്തില്ല. ആമേൻ. സോ വചനം പറയുന്നു. ഞാനൊരു ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ അങ്ങ് നിർത്താം, കാരണം സമയം ഒത്തിരി നമുക്ക് ഇന്ന് മുമ്പോട്ട് പോയി. ആമേൻ. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ ഒരുപാട് പേരെ എനിക്കറിയാം. ആദ്യ പാഠങ്ങളിൽ തിരിഞ്ഞ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉള്ള ആൾക്കാരെ എനിക്കറിയാം. നല്ല ദൈവവചനവും ശക്തിയും പരിശുദ്ധാത്മാവും എല്ലാം അനുഭവിച്ചിട്ട് പിന്നെയും തിരിഞ്ഞു പോകുക, പിന്നെയും ആദ്യ പാഠങ്ങളിലേക്ക് പോകുക, പിന്നെയും പഴയ സ്വഭാവത്തിൽ ജീവിക്കുക, പിന്നെയും ദൈവത്തിന് ചീത്തപ്പേരുണ്ടാക്കുക. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും പിന്നെയും ആ ആദ്യ പാഠത്തിലേക്ക് തിരിയാൻ? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അർത്ഥം, പുത്രനാണെങ്കിൽ അഭിഷിക്തനാ, അഭിഷേകമുള്ളവനാണെങ്കിൽ വരും വരായികയെ തിരിച്ചറിയാൻ പറ്റും. അഭിഷിക്തനാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ്, അവന് വരും വരായികളെ കുറിച്ച് അറിയാൻ പറ്റും. അതിനുശേഷം പൗലോസ് 11-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നിന്റെ മേൽ അഭിഷേകം ഇട്ടതിനെക്കുറിച്ച്, അഭിഷേകം പകർന്നതിനെക്കുറിച്ച് ദൈവം അനുതപിക്കത്തില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ദിവസമായിരുന്നു. മനുഷ്യരെ ഉണ്ടാക്കുക കൊണ്ട് അവൻ അനുതപിച്ചു എന്ന് ഉൽപ്പത്തി പറയുന്നുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് അവൻ അനുതപിച്ചു. എനിക്ക് ശുശ്രൂഷ തന്നതുകൊണ്ട് എൻ്റെ ദൈവം അനുതപിക്കരുതെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. എന്നെ ഈ ദൗത്യം, ഈ പ്ലാറ്റ്ഫോം, ഈ കണ്ട ജനത്തെയൊക്കെ കർത്താവ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ കൂട്ടി വരുത്തിയിട്ട് കർത്താവ് അനുതപിക്കരുത്, ഞാൻ ഇവനെ ഏൽപ്പിച്ചിട്ട് ഇവൻ എന്ന് ദൈവം ചിന്തിക്കരുതെന്ന് എനിക്കൊരു ഭയങ്കര നിർബന്ധമുണ്ട്. നിങ്ങൾ ഈ വചനം കേട്ടിട്ട് നിങ്ങൾ നശിച്ചു പോകരുത് എന്നെനിക്കൊരു ഭയങ്കര നിർബന്ധമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ദൈവം ഏൽപ്പിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ദൈവശബ്ദം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ദൈവശബ്ദവും ദൈവനിയോഗവും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം.
നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഭംഗി കൂട്ടാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവത്തിന് ഇയാൾ ചെയ്തോ എന്നുള്ള രീതി മാറി നിൽക്കേണ്ടി വരുന്നത്. നിങ്ങളെ അംഗീകരിക്കുന്നവരെ അംഗീകരിച്ചാൽ മതി. നിന്നെ ദൈവം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മനസ്സിലാക്കുന്നവർ നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അംഗീകരിച്ചാൽ മതി. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ വിളങ്ങാൻ നിൽക്കണ്ട, ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിളങ്ങിയാൽ മതി. പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ടല്ലോ, അത് മതി. പുത്രത്വത്തിൻ്റെ ആത്മാവ് വെച്ചിട്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ ദാസനാകാൻ, പലയിടത്തും സേവിക്കാൻ, 2 ദൈവങ്ങളെ സേവിക്കാൻ, 2 യജമാനന്മാരെ സേവിക്കാൻ നടക്കരുത്. ഹല്ലേലൂയ. ഞാൻ രക്ഷയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. 2 ദൈവങ്ങളെ സേവിക്കുന്നൊരവസ്ഥ. രക്ഷയിലേക്ക് വന്നതിന് ശേഷം സമയം കഴിഞ്ഞു എനിക്ക് ഒരവസ്ഥയുണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് റിവേഴ്സ് ചെയ്യുകയാണ്, നിങ്ങളെ ദൈവം റിവേഴ്സ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യരുത്, മഹാപാപമാണ്. സ്വദൈവത്തിങ്കിലേക്ക് തിരിയുക. കർത്താവിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞ മൂടുപുറ നീങ്ങിപ്പോകുന്നതാണ് വചനം. അങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ മാറാത്ത എന്താ ഉള്ളേ? അങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാത്ത എന്താ ഉള്ളേ? പക്ഷെ തിരിയേണ്ട പോലെ തിരിയണം. ആരെങ്കിലും കാണാൻ വേണ്ടി തിരിയരുത്, ആരെങ്കിലും വിളങ്ങാൻ വേണ്ടി തിരിയരുത്, പേരെടുക്കാൻ തിരിയരുത്, പ്രശസ്തി എടുക്കാൻ തിരിയരുത്, 10 പേര് നല്ലത് പറയാൻ വേണ്ടി തിരിയരുത്. കർത്താവ് പറയണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യം അതാണ്, ഞാൻ എന്നോടും പറയുന്നൊരു കാര്യം അതാണ്. എന്തെങ്കിലും ചെയ്താൽ കർത്താവ് പ്രസാദിക്കാൻ വേണ്ടി ചെയ്യണം, ദൈവം പ്രസാദിക്കാൻ ചെയ്യണം. അതിനപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കരുത്. ദൈവം നിങ്ങളെ റിസ്റ്റോർ ചെയ്യും, നിങ്ങളുടെ ജീവിതത്തെ ദൈവം റിവേഴ്സ് ചെയ്യും. എന്ത് ശാപമാണെങ്കിലും, എന്ത് അവസ്ഥയാണെങ്കിലും കർത്താവ് അതിൽ നിന്നെ റിവേഴ്സ് ചെയ്യും. ഹൗറാബ ഷഠലാബ. നിനക്ക് ജോലിക്ക് തടസ്സമാണോ? നിങ്ങൾക്കൊരു വിവാഹം നടക്കുന്നില്ലേ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ലേ? നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ടാകുന്നില്ലേ? നിങ്ങളുടെ ആത്മീയ ജീവിതം ആകെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയാണോ? നീ ക്രിസ്തുവിലേക്ക് വരിക, നീ ആ പുത്രത്വത്തിലേക്ക് കയറുക. പുത്രനാണെങ്കിൽ അവകാശം കൊടുക്കണമെന്ന് ഇനി ആരും നമ്മൾ കേസ് കൊടുത്ത് വേണ്ട നമ്മുടെ അവകാശം പിടിച്ചെടുക്കാൻ. പുത്രനാണെങ്കിൽ നിനക്ക് അവകാശമുണ്ട്. ഹല്ലേലൂയ. പുത്രനാണെങ്കിൽ അവകാശമുണ്ട്. സോ എല്ലാ ദൈവമക്കളും നിങ്ങളുടെ മുഖം കർത്താവിൻ്റെ മുമ്പിലേക്ക് തിരിക്കുക. ഷറാഹൗഗോസിഖേമ. നിങ്ങളുടെ അവകാശമൊക്കെ വെട്ടിക്കുറയ്ക്കാൻ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ സാധിക്കും. നിങ്ങളുടെ സാലറി കുറയ്ക്കാൻ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ സാധിക്കും. നിങ്ങളുടെ സാലറി പോലും ചിലപ്പോൾ തരാതിരിക്കാം ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ. പക്ഷെ ഞാനിവിടെ ജോലി ചെയ്യുകയല്ലല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഓൺ ബിസിനസ് അല്ലേ, ഫാദേഴ്സ് ബിസിനസ്സിലല്ലേ ഞാൻ ജീവിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ മോനല്ലേ. എനിക്ക് പിന്നെ അവകാശം വെട്ടിക്കുറയ്ക്കാൻ ആരാ ഉള്ളേ? എൻ്റെ അവകാശം വെട്ടിക്കുറയ്ക്കാൻ ആരാ ഉള്ളേ? എൻ്റെ ഇത് പിടിച്ചെടുക്കാൻ ആരാ ഉള്ളേ? നിനക്ക് യൂസ് ചെയ്യാം. നീ ഫാദേഴ്സ് ബിസിനസ്സിലാണെങ്കിൽ, നീ ഫാദേഴ്സ് ഹൗസിലാണെങ്കിൽ ആ പുത്രത്വം നിനക്ക് ആസ്വദിക്കാൻ കഴിയും. രോഗത്തിന് നിന്നെ കീഴടക്കാൻ ഒക്കുകയല്ല, ശാപങ്ങൾക്ക് തൊടാൻ ഒക്കുകയല്ല, ബന്ധനങ്ങൾക്കോ ആഭിചാരങ്ങൾക്കോ മന്ത്രവാദങ്ങൾക്കോ ആ പുത്രാവകാശത്തിൽ നിന്ന് നിന്നെ മാറ്റാൻ ഒക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഒരു സംഘടനകൾക്കും ഒരു വ്യക്തികൾക്കും ഒരിരുട്ടിൻ്റെ അധികാരങ്ങൾക്കും അവകാശത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളയാൻ കഴിയത്തില്ല. മരണത്തിനു പോലും അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു എന്ന വചനം പറയുന്നത്. മരണത്തിനു പോലും അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ ദൈവമക്കളും ഈ വാക്കിനകത്ത് ആമേൻ പറഞ്ഞ നിങ്ങളുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ ഉയർത്തി, നിങ്ങളുടെ മനസ്സ് ദൈവസന്നിധിയിലേക്ക് തിരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിന്നെ അവകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരട്ടെ. നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവാനുഭവത്തിൽ നിന്ന് നിങ്ങളിന്ന് പുറകിലേക്കാണെങ്കിൽ ഇന്ന് ദൈവത്തോട് പറ, അപ്പ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ദൈവിക ആനന്ദം എന്നിലേക്ക് മടക്കി തരണമേ. ഞാൻ ആസ്വദിച്ചു കൊണ്ടിരുന്ന ആ ദൈവിക ആനന്ദം എനിക്ക് മടക്കി തരണമേ. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊരു ശുശ്രൂഷ ദൈവത്തോട് പറ, മടക്കി തരണമേ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ദർശനം കാണാനുള്ള അനുഭവങ്ങൾ, കൃപകൾ മടക്കി തരണമേ. ആ
അപ്പ ഞാൻ പുത്രനാ, ഞാൻ ആ അനുഭവത്തിലേക്ക് കയറുകയാ. എനിക്ക് മടക്കി തരണമേ, എൻ്റെ നന്മകളെ മടക്കി തരണമേ. ആ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ്റെ കയ്യിൽ ഇനി കൊടുത്തു തയ്പ്പിക്കണ്ടായിരുന്നു ഒരു ഉടുപ്പ്, ഇനി മേടിപ്പിക്കണ്ടായിരുന്നു ഒരു മോതിരം. ഇപ്പോഴത്തെ അളവ് നോക്കി പിന്നെ ഷോപ്പിൽ ചെന്ന് പുതിയ ചപ്പല് വാങ്ങുകയല്ലായിരുന്നു. എല്ലാം അവനായിട്ട് കരുതി വച്ചിരുന്നു. നീ ചോദിക്കുന്നതിന് മുൻപേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ്. നിനക്ക് സൗഖ്യം വേണമെന്ന് നീ ചോദിക്കുന്നതിന് മുൻപേ, ജോലി വേണമെന്ന് ചോദിക്കുന്നതിന് മുൻപേ, വിസ വേണമെന്ന് ചോദിക്കുന്നതിന് മുൻപേ, കുടുംബം വേണമെന്ന് ചോദിക്കുന്നതിന് മുൻപേ, ഈ വീടിനകത്ത് എനിക്കൊരു സമാധാനം വേണം, സ്വസ്ഥത വേണമെന്ന് ചോദിക്കുന്നതിന് മുൻപേ, എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വേണമെന്ന് ചോദിക്കുന്നതിന് മുൻപേ അറിയുന്നൊരു ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ വർഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ വർഷിക്കുകയാണ്. നിന്റെ നിരപരാധിത്വം തെളിയിക്കണമേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ, നിങ്ങൾക്കൊരനുകൂല മറുപടി ഉണ്ടാകണമേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ കർത്താവ് അത് തുറക്കും. പിതാവേ, ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യവും ശബ്ദവും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്നു. സാധാരണമായ ദൈവകൃപയോടും ശക്തിയോടും കൂടെ കർത്താവെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. അങ്ങേക്ക് സ്തോത്രം. ഇതിനകത്തുള്ള ഓരോ മീറ്റിങ്ങുകളെയും അവിടുന്ന് ആശീർവദിക്കുകയും അതിന് അനേകർക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, ഇതിനകത്ത് പല വിഷയങ്ങളിൽ മനസ്സ് തകർന്നും ആശങ്കയോടും കൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവരുടെ വിഷയങ്ങളുടെ മേൽ ഒരു വിടുതൽ ഞാൻ ഡിക്ലെയർ ചെയ്ത് ഈ സമയം ഞാൻ അവരെ ബ്ലസ് ചെയ്യുകയാണ്. കർത്താവ്, അങ്ങനെ അവരെ തൊട്ടതിനായി, അവരെ സ്നേഹിച്ചതിനായി നന്ദി പറയുന്നു. ഒരു വലിയൊരു വിടുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം അനേകർക്കൊരു അനുഗ്രഹവും വിടുതലുമാക്കി അവിടുന്ന് മാറ്റുന്ന മഹാസ്നേഹത്തിന് നന്ദി പറയുന്നു. അതെന്നെ യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.